ഹായ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മാരുതി 800 ആണ് വണ്ടി. കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ബ്രേക്ക് കിട്ടുന്നില്ല, ബ്രേക്ക് ലോഡ് കുറഞ്ഞു പോയിട്ട് ബ്രേക്ക് പമ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമർ കംപ്ലൈന്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം, എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത്. ഈ വീൽ സിലിണ്ടർ ഫുള്ളായിട്ട് ലീക്കായിട്ട് ഫുള്ള് ബ്രേക്ക് ഫ്ലൂയിഡ് നിറഞ്ഞു നിന്നിട്ട് ലൈൻഡർ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുള്ള് ലൈൻഡർ. അതുപോലെ തന്നെ ഇതിന്റെ വീൽ സിലിണ്ടർ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫുള്ള് ബ്രേക്ക് ഫ്ലൂയിഡിൽ, അതായത് ബ്രേക്ക് ഫ്ലൂയിഡിൽ മൊത്തം അങ്ങ് കുതിർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരിക്കലും വണ്ടി ഓടിക്കരുത്. അപ്പൊ ഇതിന്റെ ഡ്രമ്മിന്റെ അവസ്ഥ നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഈ ഡ്രമ്മിനകത്ത് മൊത്തം ബ്രേക്ക് ഫ്ലൂയിഡാണ് നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കൂല, അപകടത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല, ഈ ഭാഗം നമ്മൾ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ ഇത് ചൂടാവും, ബ്രേക്ക് ഫ്ലൂയിഡ് ചൂടാവും. നല്ല ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ബ്രേക്ക് ഫ്ലൂയിഡ്, ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഒലിച്ചു കിടക്കുന്നുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഈ വീലിന് പുക വരും, പുക വന്നിട്ട് ഈ ഡ്രം വരെ പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മീറ്ററിൽ ലൈറ്റ് കത്തി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആയ ലൈറ്റ് കത്തും. ഡിസെൻഗേജ് ആയിട്ട് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നോക്കുക. അഥവാ ലൈറ്റ് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, ബ്രേക്ക് കുറയുന്ന അവസരത്തിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റ് ആയിട്ട് നോക്കുക. ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് താഴോട്ട് പോകും, ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അളവ് കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടില്ല. രണ്ടാമത്തെ കേസ്, ഈ ഡ്രം ചൂടായിട്ട് പുക വരാൻ തുടങ്ങും. പുക വരുമ്പോൾ ഇത് ഓവർഹീറ്റ് ആവും, ഓവർഹീറ്റ് ആയിട്ട് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരും. രണ്ടാമത്തെ കേസ്, ഈ ഒരു ബ്രേക്ക് ഓവർഹീറ്റ് ആയിട്ട് ഈ ഡ്രം പൊട്ടിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് തീരെ കിട്ടാതെ വണ്ടി ആക്സിഡന്റിലൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ബ്രേക്ക് ലൈൻഡർ മാറ്റണം, അതുപോലെ തന്നെ വീൽ സിലിണ്ടറും കാര്യങ്ങളും എല്ലാം മാറ്റി വിടേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ട്. Okay, thank you for watching.